ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്പെഷ്യലാട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് ഞാൻ വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. രാവിലെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാട്ടോ. ഇന്ന് എൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരെയും നിങ്ങൾക്കൊന്ന് കാണാട്ടോ. രാവിലെ തന്നെ ദോശയുണ്ട്, പുളിദോശയുണ്ട് കേട്ടോ. കാരണം ദോശ ചെറിയ കുട്ടികൾക്ക് ദോശയും വേണം, മൂത്ത കുട്ടികൾക്ക് പുളിദോശയും വേണം. എനിക്കിഷ്ടം പുളിദോശ കേട്ടോ. അപ്പോൾ പുളിദോശയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാഴ്ച വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്തേക്ക് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഉച്ചക്കുള്ള ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളാട്ടോ ചെയ്യണേ. ഉള്ളിയും ഒക്കെ റെഡിയാക്കുകയാണ്. ബിരിയാണിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ചായടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബിരിയാണിയിലോട്ടുള്ള സവാളയും തക്കാളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റത്താണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, എനിക്ക് മുറ്റത്ത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഉണ്ടാക്കുന്നതിനോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ മുറ്റത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കല്ലിച്ചിട്ട് ആണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബിരിയാണി നല്ല ടേസ്റ്റാണ്. നല്ലൊരു ബീഫ് ബിരിയാണി കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയും മറ്റു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മായിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് നമ്മൾ ദമ്മ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ത് സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇതാണ് കേട്ടോ. മോനെ സുന്നത്ത് കല്യാണം കഴിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ മോൻ്റെ സന്തോഷത്തിന് നമ്മൾ നോട്ടുമാലൊക്കെ ഇട്ട് കൊടുത്തിനു. അപ്പോൾ ഇസുമോനെ ആദ്യം ഓനൊന്ന് കൗത്തിലിട്ടു, പിന്നെയാണ് കേട്ടോ ഋതുമോൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഓനെ സുന്നത്ത് കല്യാണം കഴിക്കാൻ കൊണ്ടുപോവാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പുതിയ ഷൂസും പുതിയ ടീഷർട്ടും എല്ലാം പുതിയ ഡ്രസ്സ് തന്നെ നമ്മൾ ഓനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മലപ്പുറം MBH കേട്ടോ ഓനെ കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ അടുത്തുള്ള ഒരു MBH ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇസ്മായിൽ ഡോക്ടർ അറിയാം, ഓനെ കാണിച്ചിന ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ അടുത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും കൂടെ പോയിനു. പിന്നെ വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടം വന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും കേട്ടോ. ഉച്ചയായപ്പോഴത്തേന് നമ്മൾ സുന്നത്ത് കല്യാണം കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. വീട്ടിലിതാ കാക്കാർ റിച്ചും സച്ചും ഒക്കെ ഓനെ സന്തോഷമാവാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ തയ്യാറാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഓന് ഒത്തിരി സന്തോഷമായി. ഓല് സർപ്രൈസായിട്ട് കുറേ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. രണ്ടാളും സർപ്രൈസായിട്ട് കൊടുത്തു. പിന്നെ ലുലു ഷാമോനും വന്നിട്ട് ഒരു നേരത്തെ വന്നിട്ട് ആ ടൈമിൽ തന്നെ നോട്ടുമാലയും കുറച്ച് മിഠായിയും കളിക്കോപ്പുകളൊക്കെ ഓലും കൊടുന്നിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷമായിട്ടോ ഋതുമോന്. അങ്ങനെ ലുലുമോള് വന്നാൽ പിന്നെ ഇവിടെ എത്തിയാൽ ഈ സൈക്കിൾ മേലാട്ടോ. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ ഓടിക്കുന്നത്. അങ്ങനെ ഓള് സൈക്കിളും കൊണ്ടാട്ടോ ഓടിക്കുന്നത്. പിന്നെ നമ്മളെ താത്ത വന്നിട്ടുണ്ട്. ഋതുമോന് ബാഗ് സമ്മാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സമ്മാനങ്ങളൊക്കെ ഓളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താത്താൻ്റെ ഇളച്ചൻ്റെ മോളാട്ടോ, ഓളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് താത്താൻ്റെ നാത്തൂനാണ്. ഇസ്മോന് ഡ്രസ്സും പിന്നെ എന്തൊക്കെയോ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓല് ലഡു ഒക്കെ കൊടുത്തിരുന്നു. അത് ലുലുമോള് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാട്ടോ. നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞതാണ്. കാരണം നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ താത്തയും അവിടുത്തെ ഫാമിലി ഓലും ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് എൻ്റെ ഉമ്മച്ചിയും വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാട്ടെന്ന്. പിന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പായസം എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ടോട്ടോ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ റെഡി ആയിട്ടില്ല കേട്ടോ. അത് എൻ്റെ ഒരു ശീലമാണ്, അതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാനിതാ ബിരിയാണി വെച്ചിട്ടുള്ളത് എല്ലാവരും കൂടി ഞങ്ങൾ കഴിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ മൈ ലൈഫ് കേട്ടോ. എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? അപ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടി വന്നാൽ നമ്മളെ ഫാമിലി ഒത്തിരി സന്തോഷം കേട്ടോ. പിന്നെ ഇവർ പോവാൻ നേരത്തെ ഞാൻ പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു ചായക്ക്. അങ്ങനെ പഴംപൊരി ഞാൻ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. കാരണം ഓല് കുറച്ച് നേരമായി വന്നിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് പിന്നെ എനിക്ക് നമുക്ക് വീട്ടിൽ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം ഒന്ന് പൊരിച്ചടിങ്ങാണതാ. ഇത് താത്താൻ്റെ നാത്തൂനാണ്. ഇവരൊക്കെ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരാട്ടോ. പിന്നെ താത്താക്കും ഇവർക്കൊന്നും വീഡിയോയിൽ നിൽക്കണേന് പരാതിയില്ല കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ വീഡിയോ കാണുന്നതും. പിന്നെ എൻ്റെ കിച്ചണിനെ പറ്റിയാണ് ഇവരെ ഫുൾ അഭിപ്രായം കേട്ടോ. കാരണം കിച്ചണ് നല്ല ഭംഗിയുണ്ട്, ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ എങ്ങനെയുണ്ട് വീഡിയോയിൽ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നോട്. അപ്പോൾ ഞാൻ നല്ല ക്ലിയർ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. എൻ്റെ ഐഫോണൊന്നല്ല, എന്നാലും നമ്മളെ ക്ലിയറിനനുസരിച്ചുള്ള ക്ലിയറിൽ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യട്ടോ. ഇവരൊക്കെ ഒത്തിരി ഇഷ്ടത്തോടെയാണ് നമ്മൾ വീഡിയോ കാണാറും. ഇവരൊക്കെ കമൻസും ലൈക്കും നമ്മളെ ഡെയിലി വീഡിയോ കാണുന്ന മെയിൻ ആളാട്ടോ താത്താൻ്റെ നാത്തൂനും. പിന്നെ താത്താൻ്റെ കാര്യം പറയണ്ടല്ലോ, ഓളെ നമ്മൾ മെയിനാണ്. നമ്മളെ ഫസ്റ്റത്തെ വരുമാനം ഓക്കാണെന്ന് നമ്മൾ ഓളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറയുക, ഒത്തിരി സന്തോഷം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇസ്മോന് എന്നെ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഓനൊന്ന് വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ പെട്ടെന്ന് ഓനെ ഒന്ന് ജസ്റ്റ് എടുത്തു കേട്ടോ. നമ്മൾ ഓനെ മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, എന്തൊക്കെയോ കൂട്ടും വർത്താനും ചെറിയും അങ്ങനെ നല്ല. പിന്നെ താത്താൻ്റെ നാത്തൂന്മാരെയൊക്കെ ആയിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സാട്ടോ. കാരണം അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്, എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാട്ടോ. അവർ കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ ഈ കിച്ചണിനെ പറ്റിയാട്ടോ. കിച്ചൺ ഒത്തിരി ഇഷ്ടമായി. നല്ല വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല സെലക്ഷനാണ് ഒക്കെ പറഞ്ഞ് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഞങ്ങളെ ഈ കൊച്ചു ഫാമിലി വിശേഷങ്ങൾ ഇഷ്ടമാണുണ്ടോ? പിന്നെ താത്ത പോവാൻ നേരമായി. അപ്പോൾ കുറച്ച് സമയം ഇവരിവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളെ ഉച്ചയൂണും വൈകിട്ടുള്ള ചായടിക്കും ഒക്കെ ഇവരുണ്ടായിരുന്നു. താത്ത കൊണ്ടുപോകുന്നത് വേറെ ഒന്നുമല്ല, വേപ്പിൻ്റെ ഇല കേട്ടോ. ഓളതാണ് പറയുന്നത്, വീഡിയോയിൽ എടുക്കണുണ്ടല്ലോ ഓളെന്ന് പറയാം കേട്ടോ. അങ്ങനെ വേപ്പിൻ്റെ ഇലയും ഒക്കെ എടുത്തിട്ട് ഓലിതാ ഇറങ്ങുക കേട്ടോ. അങ്ങനെ സാമോന് റിച്ചുവിനോട് സലാം പറഞ്ഞങ്ങാണ്ട് പോവുകയാണ്. സാമോൻ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ ഈ ഡേ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ അവരിതാ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. നമ്മളെ ചെടികളൊക്കെ കേട്ടോ അവർ അഭിപ്രായം പറയുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് നനച്ചിട്ടില്ല. കാരണം മോൻ്റെ ഈ സുന്നത്തല്യാണം കഴിച്ചിട്ട് ഓൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഫോണിലോട്ട് വല്ലാതെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതേപോലെ പുറത്തുള്ള ജോലികളും ചെടി അനക്കുക, ചെടിയൊക്കെ ശ്രദ്ധ വിട്ടിട്ടുണ്ട്. ലുലുമോൾ പോണില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയാം കേട്ടോ. അങ്ങനെ അവരിറങ്ങി. അവർ ഓട്ടോറിക്ഷ ഒന്നും വേണ്ട, ഞങ്ങൾ നടന്നാ പോണതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല വർത്താനം പറഞ്ഞ് വൈബായിട്ട് നടക്കാറ് കേട്ടോ. ഇത് താത്താൻ്റെ മോളാണ്, ഓൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കാരണം ഓള് വീഡിയോ കണ്ട ഓൾക്ക് ഇഷ്ടമല്ല. അപ്പോഴേക്കും ഓള് മുഖം പൊത്തും. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇസ്മോനും ഇവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം നല്ല വ്യൂ ഉണ്ട്. കുട്ടിയാട്ടോ ഓന്, കാരണം ഭയങ്കര ഇഷ്ടമാണ് ഓളെ. അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഓളെ കൂടെ ഭയങ്കര ഫീലിംഗ് കേട്ടോ ഓല് പോകുന്നുണ്ടപ്പോൾ. പിന്നെ കരച്ചിലൊക്കെ കേട്ടോ ഓല് പോയാൽ. അപ്പോൾ താത്താൻ്റെ കണ്ണും പെട്ടുതാ ഇവിടെ ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ
ഞാൻ വീഡിയോയിൽ എന്തായാലും റോട്ടിൽ നിന്ന് ചെടി എവിടെ പോയാലും ഈ ചെടി കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെടിയൊക്കെ നമ്മളെ താത്തത റോട്ടിൽ നിന്ന് ചെടി പൊറുക്കുകയാണ് ഗൈസ്. കിട്ടിയോ? ആ ഇതാക്കണു. ഓളെവിടെ വന്നാലും ചെടി കണ്ടാൽ ഇതാ കവർ കിട്ടു. അപ്പോൾ എന്നാൽ ശരി എല്ലാവരോടും അസ്സലാമു അലൈക്കും. അവർ പോയി കഴിഞ്ഞേക്കുന്നതാ ഇമ്മ വന്നിട്ടുണ്ട്. ഇമ്മ ഉമ്മനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഉമ്മനെ എല്ലാവരും അന്വേഷിച്ചലുണ്ട്, സലാം പറയലുണ്ട്. അപ്പോൾ ഉമ്മ ഋതുമോനെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഋതുമോൻ എല്ലാവരും കൂടി വന്നപ്പോൾ എന്താ പറയുക, സന്തോഷമായിരുന്നു കേട്ടോ. പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. പിന്നെ അതാ അവർക്ക് ഞാൻ പൊറാട്ടയും ചായയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സമാപിക്കുക കേട്ടോ. ഇമ്മ വന്നപ്പോൾ ഞാൻ അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം സംസാരിച്ചിരിക്കേനു. പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നു, ഓനൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെമോ ലൈഫ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.